ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുന്നയൂർകുളം സൈനിധ്യൻ. ഇത് ഷെയർ മാർക്കറ്റ് റിവ്യൂവിൻ്റെ പുതിയ ഒരു എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളോടൊപ്പം വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ എല്ലാം തന്നെ 2023 അവസാനത്തോടെ 2024 തുടക്കം ജനുവരി ഫെബ്രുവരിയിലൊക്കെ ആയിട്ട് വലിയ തോതിൽ ഈ ഫണ്ടുകൾ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിൽ പണം വന്ന് കുമിഞ്ഞുകൂടി. അത് കൂടുതലായിട്ടും വിദേശ പോർട്ട്ഫോളിയോ കമ്പനികളുടെ FIIസിൻ്റെ പിന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ LIC പോലുള്ള അതുപോലെ ബാങ്കുകളുടെയൊക്കെ ഈ വലിയ വലിയ AMCകളൊക്കെ നല്ലവണ്ണം പണം പമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള പോലെ തന്നെ ഈ ലാർജ് ക്യാപ്പ് ഫണ്ടുകളിലൊക്കെ ഓൾറെഡി അതിൻ്റെ വളർച്ച ഉണ്ടായി കഴിഞ്ഞു. ആവശ്യത്തിനുള്ള പണം ക്യാഷ് ഫ്ലോ ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ പിന്നീട് തുടർന്നുള്ള ആളുകളുടെ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഈ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ തന്നെയാണ്. അപ്പോൾ ഇത്തരം ഫണ്ടുകളിലേക്ക് വലിയ തോതിലുള്ള പണം കുമിഞ്ഞു കൂടിയപ്പോൾ ഈ കാശ് പെട്ടെന്ന് പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ വലിയ തോതിലുള്ള തകർച്ച ഉണ്ടാവും. ഫണ്ട് മാനേജർമാർക്ക് AMC മാനേജർമാർക്ക് ഇത് നിയന്ത്രിക്കാൻ കഴിയാതെ വരും. അത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സെബി അതിന് ഒരു അന്വേഷണം കണ്ടെത്തിയിട്ട് അതിനൊരു തടയിടാൻ വേണ്ടി ആംഫിക്ക്, അതായത് ഫണ്ടുകളുടെയൊക്കെ നിയന്ത്രണം നടത്തുന്ന ആംഫിനെ ഏർപ്പാട് ചെയ്തു. ആംഫി ഇത് പ്രകാരം ഇവർക്കെല്ലാം നിർദ്ദേശം കൊടുത്തു. ഒരു നിശ്ചിത ലെവലിൽ എത്തുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ പിന്നീട് ഇത്തരം ഫണ്ടുകളിലേക്ക്, ഇത്തരം ഷെയറുകളിലേക്ക് പണം പമ്പ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. കാരണം വലിയ തോതിൽ ഈ ചെറിയ കമ്പനികളിൽ പോലും ഈ AMCകൾ, ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ പണം ഇറക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണം നമുക്ക് പറയണമെന്ന് വെച്ചാൽ ചെറുകിട ഇടത്തരം ഓഹരികളിലേക്ക് വൻതോതിൽ നിക്ഷേപം നടത്തിയതോടെ ഈ വിഭാഗം ഫണ്ടുകളിലെ നിക്ഷേപ താല്പര്യം സംരക്ഷിക്കാൻ നടപടി വേണമെന്നായിരുന്നു സെബിയുടെ നിർദ്ദേശം. അങ്ങനെയാണ് ഇതിൻ്റെ അസോസിയേഷൻ ആംഫിയോട് ഇത് ആവശ്യപ്പെട്ടത്. ആംഫിയുടെ നിർദ്ദേശങ്ങൾ മിഡ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിലേക്കുള്ള നിക്ഷേപ ഒഴുക്കിന് തടയിടുക എന്നതാണ് പ്രധാന ശുപാർശ. നിക്ഷേപ പോർട്ട്ഫോളിയോ പുനഃക്രമീകരിക്കണമെന്നും ഫണ്ട് കമ്പനികൾക്ക് ആംഫി നിർദ്ദേശം നൽകി. കൂട്ടത്തോടെ നിക്ഷേപം പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായാൽ ബാക്കിയുള്ള നിക്ഷേപകരെ ബാധിക്കാതിരിക്കുന്നതിനുള്ള നടപടികൾക്കാണ് മുൻഗണന. വിപണിയെ ബാധിക്കുമോ? സ്മോൾ മിഡ് ക്യാപ്പ് സ്കീമുകളിലേക്കുള്ള പണമൊഴുക്കിന് നിയന്ത്രണം കൊണ്ടുവന്നാൽ ഈ വിഭാഗങ്ങളിലെ ഓഹരികളിലെ വില ഇടിയും. ഈ വിഭാഗം ഫണ്ടുകളിലേക്ക് അനിയന്ത്രിതമായി പണമൊഴുക്കുണ്ടായതാണ് ഓഹരികളുടെ വില കുത്തനെ ഉയർത്തിയത്. അടിസ്ഥാനം മോശമായ ഓഹരികൾ പോലും പുതിയ ഉയരങ്ങൾ കുറിക്കേണ്ടതായിട്ടുണ്ട്. 2023 മിഡ് ക്യാപ്പ് ഫണ്ടുകളിലെത്തിയ മൊത്തം നിക്ഷേപം 22,913 കോടി രൂപയാണ്. അത് വലിയൊരു തുകയാണ്. സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിലാകട്ടെ 41,035 കോടിയും. ഇത്രയും കാശ് അതിലേക്ക് താങ്ങാൻ കഴിയുമെന്നുള്ളതാണ്. ഈ കാശ് പിൻവലിച്ചു കഴിഞ്ഞാൽ ഇത് എവിടുന്ന് കണ്ടെത്തും? ആൾക്കാരുടെ നിക്ഷേപത്തൊക്കെ കുറയും. ഫണ്ടുകളാണെങ്കിൽ അത് പിന്നീട് ക്രമേണ മാനേജ് ചെയ്യും. പക്ഷേ കമ്പനികളുടെ ഷെയറുകൾ ഡയറക്റ്റ് വാങ്ങിച്ചവരുടെ കാര്യം ഭയങ്കര കഷ്ടമായിരിക്കും. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം. അത്തരം ചെറുകിട സ്മോൾ കമ്പനികളൊന്നും വാങ്ങിക്കാൻ പാടില്ല. അതിന് അങ്ങനെ വേണമെങ്കിൽ പലരും ചെയ്യുന്ന പല ടെക്നിക്കലി സ്മോൾ ക്യാപ്പ് കമ്പനികൾക്കിടെ ഉൾക്കൊള്ളുന്ന സ്മോൾ ക്യാപ്പ്, അതും വെറും സ്മോൾ ക്യാപ്പ് മാത്രം മേടിക്കരുത്. മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ നിക്ഷേപിക്കുന്നതാണ് കുറച്ച് കാലത്ത് നിക്ഷേപിക്കുന്നത് നല്ല ഇതുണ്ടാവും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അതിലൂടെ നേട്ടം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് കിട്ടാം. മിഡ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിൽ വൻതോതിൽ നിക്ഷേപം എത്തിയപ്പോൾ ചെറുകിട ഇടത്തരം ഓഹരികളിലേക്ക് പണം ഒഴുകി. അതോടെ ഓഹരി വില കുതിക്കുകയും ഫണ്ടുകളുടെ NAV യൂണിറ്റ് വില അത് പ്രതിഫലിക്കുകയും ചെയ്തു. റിട്ടേൺ നോക്കി നിക്ഷേപം നടത്തുന്ന നിക്ഷേപകർ കൂട്ടത്തോടെ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് ഫണ്ടുകളിൽ വൻതോതിൽ പണം നിക്ഷേപിക്കാനും തുടങ്ങി. ഈ പണമെല്ലാം ചെറുകിട ഇടത്തരം ഓഹരികളിലേക്ക് വീണ്ടും ഒഴുകിയെത്തി. വാങ്ങൽ താല്പര്യം ഈ വിഭാഗങ്ങളിലെ ഓഹരികളിൽ തുടർച്ചയായ കുതിപ്പിനിടയാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. സാഹചര്യം മറിച്ചാൽ ഇവിടെയാണ് സെബിയുടെ ഇടപെടലിൻ്റെ പ്രസക്തി. മികച്ച നേട്ടമുണ്ടാക്കിയ മിഡ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിൽ നിന്ന് വൻതോതിൽ പണം നിക്ഷേപകർ പിൻവലിച്ചാൽ സ്കീമുകൾക്ക് സമ്മർദ്ദം നേരിടാൻ കഴിയാതെ വരും.
വൻതോതിൽ ഓഹരിയിൽ വിറ്റൊഴിയാൻ ഫണ്ട് മാനേജർമാർ നിർബന്ധിതമാകും. ഇതോടെ ഓഹരികളുടെ വില താഴേക്ക് പതിക്കാൻ തുടങ്ങും. വില ഇടിയുന്നത് കണ്ട് നിക്ഷേപകർ പരിഭ്രാന്തരാകുകയും പണം തിരികെ എടുക്കാൻ തിരക്ക് കൂട്ടുകയും ചെയ്യും. വീണ്ടും വീണ്ടും പണം നിക്ഷേപകർക്ക് തിരികെ നൽകാനായി ഫണ്ട് കമ്പനികൾ വൻതോതിൽ ഓഹരികൾ വിറ്റൊഴിയാൻ നിർബന്ധിതമായി തീരും. ഇതാണ് ഈ സാഹചര്യം കൊണ്ടുണ്ടാവുക. അതാണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജി. നമുക്കൊക്കെ അറിയാം. അറിയാത്തവരുണ്ടാവും, അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതോടെ ഓഹരി വിപണി വിലയിൽ തകർച്ചയുണ്ടാകുകയും അത് ഫണ്ടുകളുടെ NAV പ്രതിഫലിക്കുകയും ചെയ്യും. ഇത് കണ്ട് ഭീതിയോടെ വീണ്ടും വീണ്ടും ആളുകൾ പണം പിൻവലിക്കാനും തുടങ്ങിയെന്ന് വരും. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെ പിൻവലിക്കാതിരിക്കുകയാണ് സത്യത്തിൽ വേണ്ടത്. അത് ബൈ ഓൺ ഡിപ്പ് എന്നുള്ള ടെക്നിക്കിലൂടെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അഥവാ നമുക്കത് അങ്ങനെ വിൽക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഓഹരികളിലാണെങ്കിൽ മാത്രമാണ് അത് നമുക്ക് വിൽക്കേണ്ടതായിട്ടൊരു സാഹചര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വരാം. അല്ലാത്തത് ഫണ്ട് മാനേജർമാർ നോക്കും. പക്ഷെ ഇതിനൊരു പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ആംഫിയെ ഏൽപ്പിച്ചിട്ട് സെബി ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് വെളുക്കാൻ തേച്ചത് പാണ്ടാവെന്ന് പറഞ്ഞ പോലെ തന്നെ സെബി ഇത് ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇതുവരെ ഉയർന്നു നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും ആൾക്കാർ ഇങ്ങനെ ഒരു നിയന്ത്രണം വരുമ്പോൾ അത് പിൻവലിക്കാൻ തുടങ്ങുകയും ചെയ്യും. അതാണ് ഇപ്പോൾ സ്മോൾ ക്യാപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡിലമ്മ. അപ്പം മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പിൽ അതിന് എന്താണ് പരിഹരിക്കാൻ പറ്റുന്നുള്ള വിദഗ്ധന്മാരുടെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ ഫണ്ടിന്റെ നിക്ഷേപ പോർട്ട്ഫോളിയോയിൽ നിശ്ചിത ശതമാനം പണം സൂക്ഷിക്കുക എന്നതാണ് ഇതിനുള്ള ഒരു മാർഗം. നിക്ഷേപകർ പണം പിൻവലിക്കുമ്പോൾ അനുകൂലമല്ലാത്ത വിലയിൽ ഓഹരികൾ വിറ്റൊഴിയുന്നത് ഒഴിവാക്കാൻ ഫണ്ട് കമ്പനികൾക്ക് ഇതിലൂടെ കഴിയും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അത് അത്ര കണ്ട് നടന്നോളൊന്നുമില്ല. മ്യൂച്വൽ ഫണ്ടുകൾ പോർട്ട്ഫോളിയോയിൽ പതിവിൽ കൂടുതൽ പണം സൂക്ഷിക്കാൻ ശ്രമിച്ചാൽ വരും ദിവസങ്ങളിൽ ഓഹരികൾ കൂടുതൽ വിൽപ്പന സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്യും. കാരണം എന്താ വെച്ചാൽ പണം എടുത്തു വയ്ക്കുമ്പോൾ അതുകൊണ്ട് അവർ ബിസിനസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ വളർച്ച കാണിക്കുന്നുണ്ടാവില്ല. സ്വാഭാവികമായിട്ടും കൂടുതൽ വാങ്ങുമ്പോഴാണല്ലോ വളർച്ച ഉണ്ടാവുക. വാങ്ങാതെ കിടക്കുമ്പോൾ അത് അങ്ങനെ കിടക്കും, അല്ലെങ്കിൽ താഴോട്ട് വരും. കാരണം ആളുകൾ വിൽക്കാൻ തുടങ്ങി വരും. പിന്നെ അപ്പോൾ വരും ദിവസങ്ങളിൽ ഓഹരികളുടെ വിൽപ്പന സമ്മർദ്ദം ഉണ്ടാകും. ഇതേക്കുറിച്ചുള്ള ആശങ്കയാണ് ചെറുകിട ഇടത്തരം ഓഹരികളെ ഇപ്പോൾ ബാധിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ആളുകളിത് നമ്മളുടെ ഒരു നിരീക്ഷണം വെച്ച് നോക്കുമ്പോൾ ആളുകൾ ഇതിൽ നിന്ന് പെട്ടെന്ന് പിന്മാറാതെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഷെയറല്ലോ, സ്റ്റോക്കല്ലല്ലോ, മ്യൂച്വൽ ഫണ്ടല്ലേ. അപ്പോൾ ആളുകൾ പിന്മാറാതെ ഫണ്ടുകളിൽ ഇങ്ങനെ പണം വന്നുകൊണ്ടിരിക്കും, പോയി വരും. അങ്ങനെ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും പിന്നീട് അത് വളരും എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കേണ്ടത്. അത്തരം ഒരു ശുഭപ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഇത് ഏതെങ്കിലും സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഒരു സാമ്പത്തിക സാക്ഷരതാ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എല്ലാവരും ഇതിന് ഭാഗമാക്കണം. അടുത്തൊരു എപ്പിസോഡുമായിട്ട് വരുന്നവരെ ഞാൻ നിങ്ങളോടൊപ്പം പുണ്യപൂർവ്വം സൈനിങ് ഓഫ്. നന്ദി, നമസ്കാരം.